ഹൈ ഡിയേഴ്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു വനിതാ സംവരണ ബില്ല് പ്രതിപക്ഷം എതിർത്തതിനെ പറ്റിയിട്ട്. എന്താണ് ഈ വനിതാ സംവരണ ബില്ല്? അതിൻ്റെ വസ്തുതകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. 1996 ഈ ഒരു ബില്ല് ആദ്യമായി അവതരിപ്പിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബില്ല് പാസ്സായില്ല. എന്നാൽ 2023 BJP സർക്കാർ ഈ ഒരു ബില്ല് എല്ലാ പാർട്ടികളുടെ അനുമതിയോടുകൂടി പാസ്സാക്കി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും 33% വനിതാ സംവരണം ഉണ്ടാകും. അതുപോലെ തന്നെ ST/SCക്ക് കോട്ട നൽകും എന്നതായിരുന്നു. ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം, രാഷ്ട്രീയപരമായ സ്ത്രീ ശാക്തീകരണം ഉയർത്തിക്കൊണ്ടുവരിക എന്നായിരുന്നു. എന്നാൽ ബില്ല് പാസ്സാക്കിയെങ്കിലും ഇത് കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കിയിരുന്നില്ല. ഇതുകൊണ്ടാണ് ഇതിനെ പ്രതിപക്ഷം എതിർത്തത്. ഇനിയും വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് വെസ്റ്റ് ബംഗാളാണ്. അവിടെ ഭരിക്കുന്നത് തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്, അതായത് മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ വനിതകൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടെ നിൽക്കുന്നത്. ഇനിയും രണ്ടാമത് വരുന്നത് ബീഹാറാണ്. ബീഹാർ ശരിക്കും അവർ ഭരണത്തിൽ വരുന്നത് ആ ഒരു പാർട്ടി ജനതാദളാണ്. ആ ഒരു പാർട്ടി ഭരണത്തിൽ വരുമ്പം BJP ആയിട്ട് ജോയിൻ അല്ലായിരുന്നു. ഈ അടുത്തിടയ്ക്കാണ് അവർ ജോയിൻ ആയത്. അവരും സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി വനിതകളുടെ സാന്നിധ്യം വളരെ കുറവുള്ള സംസ്ഥാനം നാഗാലാൻഡാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സാന്നിധ്യം വളരെ കുറവാണ്. അതിൽ 2023 മാത്രമാണ് ഒരു 2 വനിതാ MLA അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ വനിതകൾക്ക് കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്ന കേരളത്തിൽ സത്യത്തിൽ വനിതകൾക്ക് രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇനി BJP നിലവിൽ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രത്തോളമാണ് വനിതകൾക്ക് സ്വാധീനമുള്ളതെന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ കുറവാണ്. അവിടെ കൂടുതലും പുരുഷന്മാർക്ക് തന്നെയാണ് പ്രാധാന്യം. അപ്പം എന്താണ് വനിതാ സംവരണ ബില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം.